ജോസഫ് വാഴക്കൽ മാധ്യമങ്ങളോട്. എൻ്റെ അഭിപ്രായം, ഒരു വ്യക്തി ചെയ്യുന്ന തെറ്റ്, ആ വ്യക്തി ചെയ്യുന്ന തെറ്റിന് ആ വ്യക്തി അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. രാഹുലിനെതിരെ ഇപ്പോൾ 2-3 ദിവസമായി ഒരുപാട് ആരോപണങ്ങൾ വരുന്നുണ്ട്. എനിക്കതിൻ്റെ കൃത്യമൊന്നും നിജസ്ഥിതിയൊന്നും അറിയില്ല. പക്ഷേ മാധ്യമങ്ങളിലൊക്കെ വളരെ കൂടുതൽ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ ഇത് തെറ്റാണ് എങ്കിൽ രാഹുൽ അത് സമൂഹത്തിൻ്റെ മുമ്പിൽ ബോധ്യപ്പെടുത്തണം, അല്ലെ പാർട്ടിയെങ്കിലും ബോധ്യപ്പെടുത്തണം. അത് ബോധ്യപ്പെടുത്താത്ത സാഹചര്യത്തിൽ ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് ഉത്തരവാദിത്തമില്ല, യൂത്ത് കോൺഗ്രസിനുമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് ഇത് അദ്ദേഹത്തിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണം, അതിന് കൃത്യമായ വിശദീകരണം നൽകാൻ കഴിയുന്നില്ല എങ്കിൽ, നിരപരാധിത്വം തെളിയിച്ച് പാർട്ടിക്ക് മുമ്പിൽ വിശദീകരണം നൽകാൻ കഴിയുന്നില്ലെങ്കിൽ, സമൂഹത്തിന് മുമ്പിൽ കഴിയുന്നില്ലെങ്കിൽ അദ്ദേഹം രാജിവെച്ച് പോകണം. അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ നടപടി സ്വീകരിക്കണം. ഇതാണ് എൻ്റെ നിലപാട്. കാരണം അത് പാർട്ടിക്ക് ഇത്തരം ചുമതലകൾ, ഇത്തരം ആളുകൾ, വ്യക്തികളുണ്ടാക്കുന്ന ഇത്തരം ഇഴുപ്പുകളൊന്നും പാർട്ടിക്ക് ചുമക്കേണ്ട കാര്യമില്ല. ഇതൊരു വലിയ പാർട്ടി, നമ്മൾ വലിയ പോരാട്ടത്തിലാണ് ദേശീയ തലത്തിലും സംസ്ഥാനത്തുമൊക്കെ. അവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനുള്ള വലിയ ഒരുക്കമാണ്. ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ വലിയ പോരാട്ടം നടക്കുക. അതിനിടയ്ക്ക് ഇത്തരം വ്യക്തികളുണ്ടാക്കുന്ന തലവേദനകൾ, അത് പാർട്ടി എത്രയും വേഗം അതിന് പുറത്ത് കടന്നേ പറ്റുള്ളൂ. അതെന്താണെന്ന് ചോദിച്ചാൽ പാർട്ടിയുടെ മുമ്പിൽ ഒരു പരാതി വന്നില്ല. പരാതി പാർട്ടിയുടെ മുമ്പിൽ വന്നിട്ടില്ല. ഒരു പോലീസ് കേസില്ല, ഒരു FIR ഇല്ല. ഇതെല്ലാമുള്ള കഥാപാത്രങ്ങളെല്ലാം ഈ നിയമസഭയിൽ ഇരിപ്പുണ്ട്. ഞാൻ പറയുന്നത് ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അന്തിമ തീരുമാനം ഇന്ന് തന്നെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും രണ്ടഭിപ്രായമുണ്ടോ? ഇല്ല, രണ്ടഭിപ്രായമൊന്നുമില്ല. അത് പരസ്പരം എല്ലാവരുമായിട്ട് സംസാരിക്കണ്ടേ. ഞാൻ പറയില്ല, പരാതി ഇല്ലാത്തൊരു കാര്യത്തിൽ മാധ്യമ വാർത്തകളിൽ മാത്രം ആശ്രയിച്ച് പാർട്ടിയുടെ മിടുക്കനായ ഒരു ചെറുപ്പക്കാരന് നമുക്ക് അങ്ങനെ കുരുതി കൊടുക്കാനൊന്നും പെട്ടെന്ന് പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കി ഇതിനകത്ത് തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ചൊരു ബോധ്യം പാർട്ടിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ മറുപടി കൃത്യമായി കിട്ടാത്തത് കൊണ്ട് ഒരു ക്ലാരിറ്റി വരാത്ത സാഹചര്യത്തിൽ അതൊന്ന് ക്ലാരിറ്റി വരുത്തിയാണ് എല്ലാവരുമായിട്ട് സംസാരിച്ചതിന് ശേഷം പാർട്ടി നടപടിയിലേക്ക് പോകുമെന്നാണ് എൻ്റെ വിശ്വാസം. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹിത്വം അദ്ദേഹം രാജിവെക്കുന്നുണ്ടോ? എന്തോ ഒരു പുക ഇവിടെ ഉണ്ടല്ലോ, അല്ലാണ്ട് ഇങ്ങനെ സംഭവിക്കുന്നില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഒരാൾ അങ്ങനെ ചെയ്തു, മറ്റേയാൾക്ക് എന്തുകൊണ്ട് ആ പ്രൊട്ടക്ഷൻ കിട്ടുന്നില്ല എന്ന് ചോദിക്കുന്നതിന് പകരം ഇതൊരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ഉത്തരവല്ലേ വേണ്ടത് ഇക്കാര്യത്തിൽ? സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഉത്തരവാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പാർട്ടിയുടെ മുമ്പിൽ ഒരു പരാതി ഇല്ലാതിരുന്നിട്ട് പോലും ഇങ്ങനെ പത്രങ്ങളിലും മാധ്യമങ്ങളിലും ചാനലുകളിലൊരു വാർത്ത വന്നപ്പോൾ തന്നെ അദ്ദേഹത്തോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടു കേന്ദ്ര നേതൃത്വം. തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ പറഞ്ഞു. പക്ഷേ 3-4 ദിവസമായിട്ട് ആ നിരപരാധിത്വം അദ്ദേഹത്തിന് ഇതുവരെയും പ്രൂവ് ചെയ്യിക്കാനോ പാർട്ടി നേതൃത്വത്തിന് കൃത്യമായൊരു വിശദീകരണം നൽകാനോ കഴിഞ്ഞിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇനി ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ പാർട്ടിക്ക് സമയമില്ല, അതിന് സമയം കഴിഞ്ഞു. അതുകൊണ്ട് ഈ കാര്യത്തിലൊരു അവസാനമുണ്ടാക്കണം. അതിൻ്റെ പേരിൽ നടപടിയെടുക്കണമെങ്കിൽ നടപടിയെടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അല്ല, വ്യക്തികളുടെയൊക്കെ പേരിലുണ്ടാകുന്ന ആരോപണത്തിനൊന്നും പാർട്ടിക്കൊന്നും അങ്ങനെയൊന്നും വരില്ല. കാരണം അതൊരു വ്യക്തിപരമായി മാത്രം കാണുമെന്ന് തോന്നുന്നുണ്ടോ? പ്രത്യേകിച്ച് അത് പാർട്ടി നടപടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് പാർട്ടിക്ക് അതിന് ഉത്തരവാദിത്വം കഴിഞ്ഞു. നടപടി ഇത്രയും ദിവസമായിട്ട് വൈകില്ല. ഇത്ര ദിവസം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും പരാതി പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു വ്യക്തി കൊണ്ടൊന്നും പരാതി തന്നിട്ടില്ലല്ലോ. അപ്പോൾ ഈ മാധ്യമങ്ങളിൽ നോക്കിയിട്ട് പാർട്ടിക്ക് നടപടിയെടുക്കാൻ പറ്റത്തില്ല. പക്ഷേ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തയെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് തന്നെയാണ് പാർട്ടി അതിൻ്റെ മറ്റ് സാഹചര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ പേരിലുള്ള നടപടി ഉണ്ടാകുമെന്നാണ് ഇപ്പം KC വേണുഗോപാൽ തന്നെ പറഞ്ഞല്ലോ. അതിൻ്റെ പേരിൽ അത് തന്നെ ഉണ്ടാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇന്ന് രാഹുൽ കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് ഒരു പത്രസമ്മേളനം നടത്തി തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച അവന്തിക തന്നോട് സംസാരിച്ച ഒരു ചാറ്റും കാര്യങ്ങളെല്ലാം പുറത്തുവിട്ടിട്ടുണ്ട്. വരും ദിവസങ്ങളിലും കൂടുതൽ തെളിവുകൾ പുറത്തേക്ക് കൊണ്ടുവരും. ഇത് കെട്ടിച്ചമച്ച ആരോപണമാണ് എന്നും കുറ്റവിമുക്തനാണ് എന്നുള്ള ആസൂത്രിത ശ്രമമാണ് എന്ന കാര്യങ്ങളെല്ലാം പുറത്തുവിടുന്നു പറയുന്നുണ്ട്. അപ്പം രാഹുലിന് അത് തെളിയിക്കാൻ ഇനിയും സമയം കൊടുക്കാം, അല്ലെങ്കിൽ അവസരം കൊടുക്കാം എന്ന് വിചാരിച്ച് കാത്തിരിക്കാനാണോ തീരുമാനം? അല്ല, രാഹുൽ അതുണ്ടെങ്കിൽ അത് വെളിയിൽ വിടട്ടെ. തീർച്ചയായിട്ടും ഒരു ചെറുപ്പക്കാരനൊന്നും അവമാനിച്ചൊന്നും കേരള രാഷ്ട്രീയത്തിൽ നിന്ന് പറഞ്ഞു വിടേണ്ട കാര്യമില്ല. നല്ല പോരാളിയൊക്കെയാണ്. അത് അദ്ദേഹം കൊണ്ടുവരട്ടെ. പക്ഷേ അതുവരെ പാർട്ടിക്ക് നോക്കി നിൽക്കാൻ നേരമില്ല. പാർട്ടിക്ക് അതുവരെ വെയിറ്റ് ചെയ്യാൻ സമയമില്ല. പാർട്ടിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതുകൊണ്ട് പാർട്ടി ആ കാര്യത്തിൽ അന്വേഷണമാകാമല്ലോ. പക്ഷേ ഒരു നടപടിയിലേക്ക് പാർട്ടി ഇപ്പോൾ പോകണം. മാറി നിന്ന് അന്വേഷണം നേരിടുന്നതല്ലേ നല്ലത്? തീർച്ചയായിട്ടും ഇതിനകത്ത് കൃത്യമായ വിശദീകരണം നൽകാൻ കഴിയുന്നില്ല എങ്കിൽ മാറി നിന്ന് അന്വേഷണത്തെ നേരിടുന്നതാണ് നല്ലത്. തീർച്ചയായിട്ടും. മുതിർന്ന കോൺഗ്രസ് നേതാവ് ജോസഫ് വാഴക്കനായിരുന്നു മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. രാഹുൽ നിരപരാധിത്വം തെളിയിക്കാൻ കഴിഞ്ഞ 4 ദിവസമായിട്ടും രാഹുലിന് സാധിച്ചിട്ടില്ല. അത് തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ MLA സ്ഥാനം രാജിവെച്ച് പോവുക തന്നെയാണ്
ചെയ്യേണ്ടതെന്നാണ് അദ്ദേഹം പറയുന്നത്. പാർട്ടി നടപടി സ്വീകരിക്കണം. പാർട്ടിക്ക് ഇനിയും വിവാദവുമായി മുന്നോട്ട് പോകാൻ സമയമില്ലെന്നാണ്. എന്തെങ്കിലും തെളിവുകൾ ഈ ആരോപണങ്ങളെ ഹനിക്കുന്ന വിധത്തിൽ അദ്ദേഹത്തിന് പുറത്തുവിടാൻ കഴിയുമെങ്കിൽ അത് പുറത്തുവിടട്ടെ. പക്ഷെ അത്രയും നേരം പാർട്ടിക്ക് കാത്തിരിക്കാൻ കഴിയില്ല. ഉടനടി പാർട്ടിയുടെ നടപടി എന്തെന്ന് വെച്ചാൽ അത് സ്വീകരിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറാകണമെന്നാണ് അദ്ദേഹം പറയുന്നത്.